ഇതാ റാണി. നീ പറഞ്ഞ രാജയല്ലേ? അതല്ല, പിന്നെ ലേഡി ഡോക്ടർ, മോഹൻലാലിന്റെ പുതിയ കുട്ടി. പുള്ളിക്കാരൻ ഇടയ്ക്ക് അസുഖം വരുമ്പോ ചികിത്സിക്കാൻ ഒരാൾ വേണ്ടേ? ഫാമിലി ഡോക്ടർ. നീ എവിടെ ഇരുന്നു, ഞാനൊരു രസം ഒപ്പിക്കും. പാടാ ഉണ്ണി, ചെല്ല്. എന്തിന്? നീ അവിടെ തളർന്നു നിന്നോണം. വാ ഡോക്ടറെ. ഡോക്ടറെ, ഇവന് 2-3 ദിവസമായിട്ട് ഒരു തളർച്ചയും കൈകാല് കഴപ്പും. അല്ല, എനിക്കും ഇടക്കിടയ്ക്ക് അസുഖമുണ്ട്. എന്താ അസുഖം എന്ന് പറഞ്ഞത്? കൈകാൽ കഴപ്പും തളർച്ചയും അല്ലേ? ആ, വിശപ്പില്ലായ്മയുണ്ടോ? ആഹാരത്തിനോട് ഒരരുചി ഉണ്ടോടാ? ഉണ്ട്. ഉണ്ട്. ആ, അതിന് ന്യൂറോബയോൺ ഇഞ്ചക്ഷൻ എടുത്താൽ മതി, മാറിക്കോളും. നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരുതരം രോഗമാണിത്. മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും. എന്റെ വ്യാകുലമാതാവേ, എവന്റെയൊക്കെ അസുഖം ഇതായിരുന്നല്ലേ? എനിക്കത് പോയില്ല കുഞ്ഞെ. എടാ അമ്മയുടെ മുലപ്പാലിന് ഉപ്പ് നോക്കാൻ നടക്കുന്നു അലവലാദികള്. പോയിടാർന്നോ? ആഹാ, എവിടെ പോയി കിടക്കുക? മോളിക്കുട്ടി, എടി മോളിക്കുട്ടി, എന്താ അമ്മേ? നീ അവിടെ എന്നെ കടി. ഞാൻ കുളിക്കുവാ, ഒന്നിങ്ങോട്ട് വന്നടി പെണ്ണേ. വരുന്നമ്മേ. പോട്ടെ. എടാ കരണ, നീ ഈ അന്തിച്ചത്ത് 5 മണിക്ക് എത്തിപ്പോയതല്ലേ? പിന്നെ ഈ 6 മണി നേരത്ത് വീണ്ടും എന്താ ഒരു ചെത്ത്? ഫസ്റ്റ് എത്തിന് കല്ലിങ്ങോട്ട് വരണ്ടേ? എത്ര പ്രാവശ്യം മണ്ടയിലിട്ട് അടിച്ചാൽ ആ ഓരോ തുള്ളി വീണ് കിട്ടുകയെന്നറിയാവോ? അതെ, നിനക്ക് തെങ്ങിന്റെ മുകളിൽ കയറുന്ന പരിസരത്തുള്ള പെമ്പിള്ളേര് ഒക്കെ കാണാനല്ലേ? പഴയ സ്റ്റൈലിലുള്ള ചെത്തുമായിട്ട് നടന്നാൽ സമയം എത്ര എടുക്കുന്നറിയാവോ? ചെത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങളിപ്പോൾ. എന്ത് ആലോചനയായാലും ശരി, തോന്നിയ ദിവസം കാട്ടിയാലുണ്ടല്ലോ, കുരിയാപ്പിളുടെ കൈ നിന്റെ പുറത്തിരിക്കും. ഈ വിവരമില്ലാത്ത ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കാലം പോയൊരു പോക്കേ, അവന്റെ ഒരു പുതിയ കണ്ടുപിടുത്തം. കമ്പൂ എന്തോ കുഴപ്പമുള്ള സംഗതിയാ. വേണ്ട, നമുക്ക് വേണ്ട. ഡോക്ടർ എവിടെയൊക്കെ പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. ഒന്ന് സിറ്റി വരെ പോണം. എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിരിക്കും. ഞാനും ടൗണിലേക്കാ പോകുന്ന വഴി ഡോക്ടറുടെ വിശേഷം അറിയാമെന്ന് വെച്ച് കയറിയതാ. ഏതായാലും സിറ്റി ഡോക്ടറെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഞാൻ ഒരാള് മാത്രമല്ലേ വണ്ടിയിലുള്ളൂ. ഡോക്ടർ ആണെങ്കിൽ ഇവിടുന്ന് ബസ്സിൽ കയറി ജങ്കാർ ജെട്ടിയിൽ ഇറങ്ങണം, അവിടുന്ന് ജങ്കാറി കയറണം, പിന്നെ ജങ്കാറിന്ന് ഇറങ്ങണം, പിന്നെ അവിടുന്ന് ബസ്സോ ഓട്ടോയോ പിടിച്ച് ടൗണിൽ പോണം. അല്ലയോ? എന്തിനാ ഡോക്ടറെ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അതുകൊണ്ടാ. അല്ല, എന്റെ വണ്ടിയിൽ എന്റെ കൂടെ തനിയെ. അയ്യോ, സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ്. നീങ്ങിയിരുന്നോ? എടാ, വണ്ടി വിട്ടോ. എന്നടാ നശിച്ച തള്ള വരുന്നുണ്ടോ? എവിടെ? ഇത് അവിടെ. ഹലവലാദികളെ, നിങ്ങളായിരുന്നോ? എടാ,
പണിക്കരും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പി എന്റെ വല്ലാർവാർ തമ്മേ കുഞ്ഞേ കുഞ്ഞേ ഇവിടെ പരാതി വായിച്ചത് കേട്ടല്ലോ. ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണോ? എന്താ മിണ്ടായിരിക്കുന്നത്? മൗനം സമ്മതലക്ഷണമാണല്ലോ. അപ്പൊ ശരിയാണെന്നർത്ഥം. നിങ്ങൾ ഇവിടുത്തെ സദാചാരത്തിന്റെ കാവൽ ഭടന്മാരാണല്ലേ? എടാ, ജോലിയും പണിയും ഒന്നും ചെയ്യാതെ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് പോകൃതനാണ് കാണിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് കയറിയ സ്ഥിതിക്ക് ഞാൻ ഓരോ അടി തരും. ഇവരെ തല്ലൊന്നും വേണ്ട, അറിവുകേടുകൊണ്ട് ചെയ്തായിരിക്കും. ഒന്ന് ഉപദേശിച്ചു വിട്ടാ മതി. നിങ്ങളൊരു ഡോക്ടറാണല്ലോ. ഒരു രോഗി ഇഞ്ചക്ഷൻ എടുക്കേണ്ട വേദനയ്ക്കും ഗുളിക തന്നാ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യോ? പിന്നെ പോലീസ് സ്റ്റേഷനെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരെ തല്ലണം, ആരെ ഉപദേശിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ. അതിൽ നിങ്ങൾ ഇടപെടണമെന്നില്ല. ഏതായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മേലിൽ ഇങ്ങനെയുള്ള കുരുത്തക്കേടുകൾ ഒപ്പിച്ച് എന്റെ മുന്നിൽ വരാനിടയാവരുത്. ആ ഓക്കോ? എവരുടെ ജാമ്യത്തിലൊന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തൂടെ പിടിച്ചെടുത്താൽ ഇവിടെ സ്ഥലമില്ല. പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളിവിടെ കെട്ടിത്തൂങ്ങിച്ചാകുകയോ മറ്റു വല്ല അപകടമോ കാണിക്കുകയോ ചെയ്താൽ പിന്നെ ഞാൻ സമാനം പറയേണ്ടി വരും. എനിക്കറിയാവുന്ന ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പോകില്ലെന്നത്ര വാശിയാണെങ്കിൽ ഈ മേശയുടെ കയ്യിൽ കെട്ടിയിടും. പക്ഷെ ആളുകളുണ്ട്, അത് മോശമല്ലേ? അപ്പൊ എങ്ങനെ പോകുന്നു? അതോ എങ്ങനെ? ഞങ്ങൾ പോയിക്കോളാം. ആ സ്ഥലം ഇവിടെ നടന്നേ. ഡോക്ടർ, നിങ്ങൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. ആ പിള്ളേർ എന്തെങ്കിലും തമാശ കാണിച്ചെന്ന് വെച്ച് ഉടനെ ഒരു കംപ്ലൈന്റ്, എൻക്വയറി, നാളെ അവന്മാരെ വേറെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ എനിക്ക് പിന്നെ ജോലിയായില്ലേ? എന്നെ കുറിച്ച് അനാവശ്യങ്ങളൊക്കെ എഴുതി വെച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ പറയിക്കാതെ എഴുതിക്കാതെ നോക്കണം. ഇത്ര പെട്ടെന്ന് അപ്സെറ്റ് ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ, പണിയും വേലയില്ലാതെ നടക്കുന്ന അലവലാദികളായ 4 ചെറുപ്പക്കാർ. നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് വാശിയും വൈരാഗ്യവും കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ അങ്ങ് വെക്കണം. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഡോക്ടർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡോക്ടർ വയ്ക്കുള്ളൂ. ഇനി അവന്മാർ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ധൈര്യമായിട്ട് വയ്ക്കുള്ളൂ. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഒരൊറ്റ എസ്ഐ പോലും നമ്മളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. കൊണ്ടോളാം. ഏയ്, അവനടിച്ച് നമുക്ക് കാലിൽ താത്തിയാലോ? അത് വേണോ? ഭയം മയ്യത്തായി പോകൂലേ? പിന്നെ കേസും കുലുമാലും ഒക്കെ ആയിട്ട് നമ്മളെ തൂക്കിക്കൊന്നാലാ. എന്നാ അവന്റെ കൈകൾ തല്ലി ഓടിക്കാം. അതെ, അയ്യോ അതൊന്നും വേണ്ടടാ. വെറുതെ ഇല്ലാത്ത പുലിവാലൊന്നും പോകണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അവനെ വെറുതെ വിട്ടുവിടും. എന്റെ ഈ തടി കണ്ടാലേ അയാൾക്ക് ഇടിക്കാൻ സുഖം കൂടും. അള്ളാണ് ഞാനില്ല. നിങ്ങളവിടെ എന്തിനാ പേടിക്കുന്നത്? ഞാന് ഇതുവഴി ജീപ്പിൽ പോവായിരുന്നു. ഗ്രാമപ്രദേശമല്ലേ, വല്ല അവിഹിതവും അടിപിടിയൊക്കെ ഉണ്ടാകാവുന്ന സ്ഥലമാണല്ലോ. അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിങ്ങനെ വരികയായിരുന്നു. അപ്പോഴാ ഒരു കുശുകുശുക്കും വർത്താനവും കേട്ടത്. നോക്കിയപ്പോ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊല്ലണം. ഒന്ന് നേരെ ചൊവ്വേ ഞെരടാൻ പോലും ഇല്ലല്ലോടാ മോനെ. വന്ന ഉടനെ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ ഗ്രാമം ഭരിക്കുന്ന പണിക്കർ മുതലാളിയെ പറ്റിയും പിന്നെ ഇവിടെ ന്യായം നടത്തുന്ന നിങ്ങൾ 4 ജഡ്ജിമാരെ കുറിച്ചുമാണ്. ഒരിക്കൽ ഞാൻ ക്ഷമിച്ചു, ഇപ്പോഴിതാ വീണ്ടും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പരസ്പരം മത്സരം ഒഴിവാക്കിയാൽ
എല്ലാവർക്കും നല്ലത്. നാട്ടിൽ നീതിയും ന്യായവും നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്. അതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും നിങ്ങളോട് സഹകരിക്കും. അല്ലാതെ ഒറ്റ രാത്രി കൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കില്ല. ശരി ശരി, സംസാരം നിർത്തണ്ട, കാര്യമാണ്.